മുഖ്യമന്ത്രി പിണറായി വിജയനെ താരപ്രചാരകനാക്കിയ LDFന് ജനം നൽകിയ മറുപടിയാണ് കനത്ത പരാജയത്തിന് കാരണമെന്ന് PK ബഷീർ MLA. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട സംസ്ഥാന സർക്കാരിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് UDFന്റെ തിളക്കമാർന്ന വിജയമെന്നും PK ബഷീർ MLA പറഞ്ഞു. CPM കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ കാലത്തിന്റെ അതില് ഒന്നേ ഉള്ളൂ. അത് ലോകത്ത് ട്രംപ് വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ വേറെ ലോട്ടറി പിണറായിക്ക് കിട്ടിയതുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലല്ലോ. എന്താ പറയുന്നത്, മുഖ്യമന്ത്രി അല്ലേനോ. പിന്നെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും പോകാതെ ഇവിടുത്തെ താരാപ്രചാരകനായിട്ട് ഇങ്ങനെ നടത്തിയത് എല്ലായിടത്തും. ഇവിടെ എന്താ ഉണ്ടായത്? അത് മാത്രമാണോ ഈ പൗരത്വത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മൈനോറിറ്റി വോട്ട് ഒന്നായിട്ട് സ്വാധീനിക്കാൻ വേണ്ടി നടന്ന ആളല്ലേ? എന്തേ കിട്ടിയത്? ജനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിൽ? ഭൂരിപക്ഷ സമുദായം, ന്യൂനപക്ഷ സമുദായം ഒക്കെ ഇടതുപക്ഷത്തിനെ തള്ളിക്കളഞ്ഞില്ലേ? ബാർബർ ഷാപ്പിലെ കല്ലുപോലെ ഓരോ ദിവസവും CPM ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചുവരാൻ കഴിയാത്ത വിധം CPM ദുർബലമായി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ ഭേദഗതി ബില്ലിന്റെ മറവിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടാമെന്ന CPM പ്രതീക്ഷയ്ക്കും കനത്ത തിരിച്ചടി നേരിട്ടു. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും CPMനെയും LDFനെയും കൈവിട്ടു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമ്പോൾ സംസ്ഥാന ഭരണം നടത്തുന്ന LDFന് എന്തുകൊണ്ട് നേട്ടം ഉണ്ടാക്കാനായില്ലെന്ന് PK ബഷീർ ചോദിച്ചു. ജനങ്ങൾ പൂർണ്ണമായും LDFനെ കൈവിട്ടു. 3 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ BJP ഒന്നാമതെത്തിയത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഏറനാട് മണ്ഡലത്തിൽ CPM പ്രവർത്തകർ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വോട്ട് നൽകിയതാണ് ഏറനാട്ടിൽ UDFന് ലഭിച്ച മികച്ച ഭൂരിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് എവിടെയാണ് ഒരു 100% വിജയം വരിച്ച മേഖല എന്നത് ചൂണ്ടിക്കാണിക്കുക? എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ്. കേന്ദ്ര വിരുദ്ധം പറഞ്ഞാണല്ലേ വോട്ട് വാങ്ങാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് കേന്ദ്ര വിരുദ്ധമാണെങ്കിൽ CPMന്റെ കൂടെ നിൽക്കണ്ടേ? ഒരു ഗവൺമെന്റ് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് വിജയിച്ചില്ല? ആ അധപ്പതനത്തിന്റെ ആരംഭമാണല്ലോ ആ നവകേരള സദസ്. ഞങ്ങൾ വളരെ ചിട്ടയായ പ്രവർത്തനമായിരുന്നു ഐക്യജനാധിപത്യത്തിന് വേണ്ടി. എല്ലാ വിഭാഗം ജനങ്ങളും, CPMും അതുപോലെ തന്നെ മറ്റു പാർട്ടിയിലെ ആളുകളും, എല്ലാ വിഭാഗം ജനങ്ങളും രാഹുൽ ഗാന്ധിക്ക്, ഇന്ത്യ കണ്ട ഇപ്പൊ വളർന്നു വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നേതാവാണ്. ഒരു മതേതരത്തിന്റെ മുഖമാണ്. അനീതിക്കെതിരെ പോരാടുന്ന ഒരു നേതാവാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവാണ്. ആ നേതാവിന്റെ പിന്നിലാണ് എല്ലാവരും പണിതത്. അതിന്റെ റിസൾട്ട് എറണാകുളം നിയോജകമണ്ഡലം ഉണ്ടായി. മതേതര ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞുവെന്നും PK ബഷീർ MLA പറഞ്ഞു. നവകേരള സദസ്സിലൂടെയാണ് LDF തകർച്ചയ്ക്ക് തുടക്കമായതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് ആനുകൂല്യത്തിൽ അമേരിക്കയിൽ ട്രംപിനൊഴികെ എല്ലാ ഭരണാധികാരികൾക്കും തുടർഭരണം ലഭിച്ചിരുന്നു. ഈ ആനുകൂല്യത്തിലാണ് പിണറായിക്ക് ഭരണ തുടർച്ച ഉണ്ടായത്. ഭരണത്തിലേക്ക് തിരികെ എത്തുവാൻ ഇനി CPMന് കഴിയില്ലെന്നും PK ബഷീർ പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.